ട്രേഡിംഗ് ചാർട്ടുകളെന്ന് പറയുന്നത് വെറും വരകളും കുറികളുമല്ല, അതിനകത്തൊരുപാട് രഹസ്യങ്ങളുണ്ട്. അതിനൊന്നാണ് ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ അഥവാ FVGകൾ. മാർക്കറ്റിന്റെ സ്വഭാവം കാണിച്ചു തരുന്ന ഈ ഒളിഞ്ഞിരിക്കുന്ന സൂചനകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ചാർട്ട് ശ്രദ്ധിച്ചു നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് വില ഒരു ചാട്ടം ചാടുന്നു, മധ്യത്തിൽ ഒരു ഖാലി സ്ഥലം വിട്ടിട്ട്. അതെന്താ സംഭവം? അതൊരു സാധാരണ ഗ്യാപ്പാണോ, അതോ മാർക്കറ്റ് നമ്മളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണോ? നമുക്ക് നോക്കാം. ശരി, നമുക്കിതിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. വിലയുടെ ഈ അദൃശ്യമായ വിടവ്. എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ വില എങ്ങനെ ഇടയ്ക്കൊരു സ്ഥലം വിട്ട് ചാടിപ്പോകുന്നത്? അതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഈ അദൃശ്യമായ വിടവിനെപ്പറ്റി പറഞ്ഞല്ലോ, അതിനൊരു പേരുണ്ട്. അതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ FVG. എന്താണ് ശരിക്കും ഈ FVG? അതുപോട്ടെ, ഇതിലും പ്രധാനപ്പെട്ട ചോദ്യം, ഇതെന്തിനാണ് ഉണ്ടാവുന്നത്? നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇത് സംഭവം ഒരു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച പോലെയാണ്. വില ഇത്രയും സ്പീഡിൽ മുകളിലേക്കോ താഴേക്കോ പോകുമ്പോൾ ചില പ്രൈസ് ലെവലുകളെ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയും. അവിടെ ഒരു കച്ചവടവും നടക്കില്ല. ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമില്ലേ, അതാണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും മാർക്കറ്റിലൊരു ഇംബാലൻസിന്റെ അടയാളമാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു ത്രാസ് പോലെ. വാങ്ങുന്നവരുടെ ശക്തി പെട്ടെന്ന് കൂടുമ്പോഴോ അല്ലെങ്കിൽ വിൽക്കുന്നവരുടെ ശക്തി കൂടുമ്പോഴോ ആ ത്രാസ് ഒരു വശത്തേക്ക് ശക്തിയായി അങ്ങ് ചായുകയല്ലേ? ആ ഒരു നിമിഷത്തിലാണ് ഈ ഗ്യാപ്പ് ഫോം ആകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇംബാലൻസ് ഉണ്ടാകുന്നത്? അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും വലിയൊരു ഇൻവെസ്റ്റർ വലിയൊരു ഓർഡർ ഇടുമ്പോൾ വില പെട്ടെന്ന് ചാടാം. അല്ലെങ്കിൽ ഒരു വലിയ ന്യൂസ് വരുമ്പോൾ ആളുകളെ പേടിച്ച് വിൽക്കാനോ അല്ലെങ്കിൽ ആവേശത്തോടെ വാങ്ങാനോ ഓടും. ഇതെല്ലാം മാർക്കറ്റിൽ ഇത്തരം ഗ്യാപ്പുകൾ ഉണ്ടാവാൻ കാരണമാകും. ഓക്കെ, നമ്മൾ തിയറിയൊക്കെ കുറേ പറഞ്ഞു. ഇനി ഇതൊരു ചാർട്ടിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാം. വെറും 3 കാൻഡിലുകൾ ഉപയോഗിച്ച് മാർക്കറ്റ് എങ്ങനെയാണ് ഈ വിടവുണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റെഡിയല്ലേ? അപ്പോൾ നമുക്കൊരു ഉദാഹരണം വെച്ച് തന്നെ ഇത് പഠിക്കാം. ഈ ചാർട്ടിലെ ആദ്യത്തെ കാൻഡിൽ കണ്ടോ? അതിന്റെ ഏറ്റവും മുകളിലത്തെ വില, അതായത് ഹൈ, 100 രൂപ ആണെന്ന് വിചാരിക്കുക. ഇനി നോക്കിക്കേ, രണ്ടാമത്തെ കാൻഡിൽ. അതൊരു ഭയങ്കര വലിയ പച്ച കാൻഡിലാണ്. വില അതിവേഗം മുകളിലേക്ക് കുതിച്ചുയർന്നു. കണ്ടില്ല ആ ശക്തി? ഈയൊരു ശക്തമായ മൂവ്മെന്റാണ് ആ വിടവുണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ആ പാറ്റേൺ പൂർത്തിയാകുന്നത് മൂന്നാമത്തെ കാൻഡിൽ വരുമ്പോഴാണ്. അതിന്റെ ഏറ്റവും താഴ്ന്ന വില, അതായത് ലോ, 110 രൂപയാണ്. ഓർക്കുന്നുണ്ടോ? നമ്മുടെ ആദ്യത്തെ കാൻഡിലിന്റെ ഹൈ 100 രൂപയായിരുന്നു. അപ്പോൾ അതിലും എത്രയോ മുകളിലാണിത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ആ 100 രൂപയ്ക്കും 110 രൂപയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് ഒരു ട്രേഡിംഗും നടന്നിട്ടില്ല. മാർക്കറ്റ് ആ ഒരു പ്രൈസ് റേഞ്ച് മുഴുവനായിട്ടങ്ങ് ചാടിക്കടന്നു. ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസില്ലേ, ഇതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. കണ്ടില്ലേ, ഈ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ സംഭവം എന്ത് സിമ്പിളാണെന്ന്. ഒരു കാര്യം ഓർക്കണം, ഈ ഗ്യാപ്പുകൾ മുകളിലേക്ക് മാത്രമല്ല താഴേക്കും ഉണ്ടാകാം. വില ഭയങ്കര സ്പീഡിൽ മുകളിലേക്ക് പോകുമ്പോൾ ബുള്ളിഷ് FVG ഉണ്ടാകുന്നു. അതുപോലെ വില താഴേക്ക് കുപ്പുകുത്തുമ്പോൾ ബെയറിഷ് FVGയും ഉണ്ടാകും. രണ്ടിന്റെയും പിന്നിലെ ഐഡിയ ഒന്നാണ്, ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ശരി, അപ്പോൾ നമ്മൾ ചാർട്ടിൽ എങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ചു? സോ വാട്ട്? അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു വരയാണോ, അതോ ഇവിടെ എന്തെങ്കിലും അവസരം ഒളിഞ്ഞിരിപ്പുണ്ടോ? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. FVG ട്രേഡിംഗിലെ ഒരു സുവർണ നിയമം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്താണെന്നാൽ വില പലപ്പോഴും ഈ ഒഴിഞ്ഞുകിടക്കുന്ന FVG ഏരിയയിലേക്ക് തിരിച്ചുവരാൻ ഒരു ശ്രമം നടത്തും. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ മാർക്കറ്റിനൊരു പ്രവണതയുണ്ട്. അപ്പോൾ ഒരു ട്രേഡർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, ചാർട്ടിൽ ഈ FVG കണ്ടെത്തുക. സ്റ്റെപ്പ് 2, വില അങ്ങോട്ട് തിരിച്ചുവരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. സ്റ്റെപ്പ് 3, ആ ഏരിയയെ ഒരു സാധ്യതയുള്ള സോണായിട്ട് കാണുക. അവിടെ ഒരു അവസരമുണ്ടാകാം. ഈ ഗ്യാപ്പുകളുണ്ടല്ലോ, അപ്പോൾ പലപ്പോഴും നല്ല സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതായത് ഒരു അപ് ട്രെൻഡിൽ വില താഴോട്ട് വരുമ്പം ഈ ഗ്യാപ്പ് ഒരു സപ്പോർട്ട് കൊടുക്കും. നേരെ മറിച്ച് ഡൗൺ ട്രെൻഡിൽ വില മുകളിലേക്ക് പോകുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആയിട്ടും പ്രവർത്തിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നുകൂടി ഉറപ്പിക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ട്രേഡിംഗിൽ ഉപയോഗിക്കാൻ എളുപ്പമാകും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്? FVG എന്ന് പറഞ്ഞാൽ വിലയുടെ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് കാരണം ട്രേഡിംഗ് നടക്കാതെ പോയ ഒരു ഗ്യാപ്പ്. ഇത് ഉണ്ടാകുന്നത് മാർക്കറ്റിലെ ഒരു പെട്ടെന്നുള്ള ഇംബാലൻസ് കാരണമാണ്. ഏറ്റവും പ്രധാനം, മാർക്കറ്റ് പലപ്പോഴും ഈ ഗ്യാപ്പുകളിലേക്ക് തിരികെ വരും. അതുകൊണ്ടുതന്നെ ട്രേഡർമാർക്ക് ഇവയെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു ചാർട്ട് നോക്കുമ്പോൾ
ആ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളെ വെറുതെ വിട്ടുകളയരുത്. അവ വെറും ഗ്യാപ്പുകളല്ല, അത് മാർക്കറ്റിന്റെ ഓർമ്മകളാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കാമെന്നതിലേക്കുള്ള ചിലപ്പോൾ വളരെ ശക്തമായ സൂചനകളാണ്. ആ സൂചനകൾ വാരിച്ചെടുക്കാൻ പഠിക്കുന്നിടത്താണ് ഒരു ട്രേഡറുടെ വിജയം, അല്ലേ?